പിതാമഹ, നാളെ സൂര്യൻ ഉദിച്ചാൽ യുദ്ധം 10ാം നാളിലേക്ക് പ്രവേശിക്കുകയാണ്. നാം ഇന്ന് കർണനെ കണ്ട് യുദ്ധത്തിന്റെ ഗതിവിഗതികൾ ചർച്ച ചെയ്തു. അതിന് നാം എന്തു വേണം ദുര്യോധന? അറിയാമല്ലോ കർണന്റെ ശപഥം. അതിൽ നിന്നും പിന്മാറാൻ ഇനിയും അയാൾ ഒരുക്കമല്ല. കർണന്റെ ശപഥ നിർവഹണത്തിനായി നാം ഇനി കുരുക്ഷേത്രത്തിൽ തളർന്നു വീഴണമായിരിക്കും. ഒരിക്കലുമില്ല പിതാമഹ. യുദ്ധഭൂമിയിൽ ഇന്ദ്രൻ പോലും അങ്ങയ്ക്ക് തുല്യനല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങയോട് പറയാതിരിക്കാൻ വയ്യ. കുമാരന് എന്താണ് നമ്മോട് പറയാനുള്ളത്? കേൾക്കട്ടെ. കടന്നുപോയ ചില പോരാട്ട മുഹൂർത്തങ്ങൾ നമ്മെക്കൊണ്ട് ചിലത് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. പാണ്ഡവരുടെ ധർമ്മനീതികളെപ്പറ്റി വാചാലനാവാറുള്ള അങ്ങയുടെ നിലപാടുകൾ നാം ഓർത്തുപോയി. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ല ദുര്യോധന. നാം ഇപ്പോഴും അവരെ പ്രകീർത്തിക്കുന്നു. പാണ്ഡവർ തീർച്ചയായും സത്യസന്ധരും ധർമ്മിഷ്ഠരുമാണ്. അതുകൊണ്ട് കൂടിയായിരിക്കും അങ്ങ് രണഭൂവിയിൽ കൗരവരോട് നീതി പുലർത്താത്തത്. ദുര്യോധന, കഴിഞ്ഞ 9 ദിനങ്ങളിലും ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രു സൈന്യത്തിനെതിരെ ആഞ്ഞടിച്ച ഭീഷ്മരോടാണോ നീ സംസാരിക്കുന്നത്? പാണ്ഡവരുടെ സ്ഥിരാക്കേന്ദ്രം പാർത്ഥനാണ്. അവനെതിരെ തേര് തെളിക്കുമ്പോഴെന്തേ ഈ കൊടുങ്കാറ്റ് മന്ദമാരുതനായി പോകുന്നത്? എല്ലാം അവിവേകിയായ നിന്റെ മിഥ്യാധാരണകൾ മാത്രം. അർജുനൻ ലോകൈക വില്ലാളിയാണെന്ന സത്യം നീ മറന്നുപോകുന്നു. പോരാത്തതിന് പാർത്ഥന്റെ സാരഥി സാക്ഷാൽ കൃഷ്ണനാണ്. അവരൊരുമിച്ച് നിൽക്കുമ്പോൾ ആർക്കും അവരെ പരാജയപ്പെടുത്തുക അസാധ്യമാണ് ദുര്യോധന. യുദ്ധത്തെക്കുറിച്ച് നീ എന്താണ് വിചാരിച്ചത്? ചൂതുകളിയെന്നോ? പരാജയത്തിന്റെ ലാഞ്ചന കേൾക്കുമ്പോൾ അത് ഭീഷ്മരുടെ തലയിൽ കെട്ടിവെക്കാനാണോ നിന്റെ പുറപ്പാട്? കൗരവപ്പടയുടെ സൈന്യാധിപൻ ഭീഷ്മരാണ്. ഞങ്ങളുടെ ഏത് തോൽവിക്കും സമാധാനം പറയേണ്ടതും അങ്ങാണ്. അങ്ങ് നിന്റെ അന്നം ഭുജിക്കുന്ന നാം ഇത് കേട്ടേ പറ്റൂ. എങ്കിൽ കേട്ടോളൂ. നാളെ യുദ്ധത്തിന്റെ 10ാം നാൾ നാം പാണ്ഡവ സൈന്യത്തിന്റെ നെടും തൂണുകളെ തച്ചുടയ്ക്കും. നമ്മുടെ അസ്ത്രമാരിയിൽ പാണ്ഡവ സൈന്യം ഈയാമ്പാറ്റുകളെപ്പോലെ ചത്തൊടുങ്ങും. ശത്രു സൈന്യത്തെ മുച്ചൂടും നശിപ്പിച്ചിട്ടേ നാം യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിയൂ. എന്താ പോരെ നിനക്ക് കുമാര? മതി, നമുക്കിത്രയും മതി. അങ്ങയുടെ ഈ ആത്മവിശ്വാസം നേരിട്ടറിയാനാണ് നാം വന്നത്. നാം സമാധാനത്തോടെ യാത്രയാവുകയാണ്. പോകൂ, നിദ്രാഭംഗം വരുത്താതിരിക്കൂ. ഭീഷ്മകൂടാരത്തിൽ കൃഷ്ണാർജുനന്മാർ കൊള്ളാം. ഭീഷ്മപതനം സ്വപ്നം കണ്ടു നടന്ന പാർത്ഥൻ ദയനീയ പരാജയത്തോടടുക്കുന്നത് നാം കുരുക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. വീണ്ടും ഒരു സന്ധി സംഭാഷണം. ഹേ ദുര്യോധന, നാം പാർത്ഥനെ കൂട്ടി വന്നത് സന്ധി സംഭാഷണത്തിനല്ല. സന്ധി സംഭാഷണം നടത്തേണ്ട സമയത്ത് നാം അത് നിർവഹിച്ചു. ഒന്നും നീ മറന്നിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ പരാജയത്തിന്റെ ഗന്ധം കൂടുതൽ അനുഭവപ്പെടുന്നത് പാണ്ഡവ കൂടാരങ്ങളിലല്ല എന്ന് കൗരവൻ മറന്നുപോകുന്നു. പിന്നെ എന്തുദ്ദേശത്തിലാണാവോ ഈ എഴുന്നള്ളത്ത്? പിതാമഹൻ വിളിപ്പിച്ചു. കാണണമെന്ന് മനസ്സ് മന്ത്രിക്കുകയും ചെയ്തു. അതുകൊണ്ട് വന്നു. വിഡ്ഢിത്തം, പിതാമഹന്റെ വിഡ്ഢിത്തം. 18 അക്ഷൗഹിണിപ്പടയുടെ മഹാരവം കേട്ട് ഭാരത സാമ്രാജ്യം കോരിത്തരിക്കുന്ന വേളയിലും വൃദ്ധ മനസ്സിൽ വീണ്ടും ബന്ധുത്വം. ദുര്യോധന, ധർമ്മത്തിന്റെ അന്തിമ വിജയം മറ്റാരേക്കാളും കൂടുതൽ ഭീഷ്മ പിതാമഹന് നന്നായിട്ടറിയാം. നീ പിതാമഹനെ ഈ വേളയിലും നിന്ദിച്ച് സംസാരിക്കുന്നു. നീചന്മാരുടെ പതനത്തിനു വേണ്ടി അറിഞ്ഞുകൊണ്ടൊഴുക്കിയ സ്വന്തം രക്തത്തെക്കുറിച്ചോർത്ത് ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. പിതാമഹന്റെ മനസ്സിന് ശാന്തി മന്ത്രം പകരാനാണോ ഈ വരവ്? യുദ്ധം പ്രഖ്യാപിച്ച ദിവസം മുതൽ അന്നം തന്നവർക്ക് വേണ്ടി ആയുധമെടുക്കുമെന്നും ഒരു ജീവൻ മരണ പോരാട്ടം നടത്തി നിനക്ക് വേണ്ടി രാജ്യം നേടിയെടുക്കുമെന്നും മനസ്സിൽ പ്രതിജ്ഞ ചെയ്ത മഹാശയനാണ് ഭീഷ്മാചാര്യർ. അദ്ദേഹം കേവലം മഹാരഥൻ മാത്രമല്ല, മഹാശയനും മഹാത്യാഗിയും കൂടിയാണ്. അധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ച് ധർമ്മത്തിനെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന സത്യം
അദ്ദേഹത്തെ എത്രമാത്രം അലട്ടിയിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. ഹേ കൃഷ്ണ, പാണ്ഡവ വിജയത്തെക്കുറിച്ചോർത്ത് സ്വപ്നങ്ങൾ കാണാൻ നിനക്ക് അവകാശമുണ്ട്. പക്ഷേ പിതാമഹന്റെ ശരമാരിയേറ്റ് യുദ്ധക്കളത്തിൽ ഈ അർജുനൻ കിടന്ന് പൊളഞ്ഞപ്പോൾ ദ്രവിച്ച നിന്റെ ചക്രായുധവും കൊണ്ട് തേരിൽ നിന്നും ചാടിയിറങ്ങി യുദ്ധം ചെയ്യില്ല എന്ന സ്വന്തം ശബ്ദത്തെ സ്വയം ബലി കഴിച്ചവനല്ലേ നീ? നീ ഉൾപ്പെട്ട കൗരവ സാമ്രാജ്യത്തെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഭസ്മമാക്കാവുന്നതേയുള്ളൂ ദുര്യോധന. അതിന് പാർത്ഥന്റെ തേരാളിയാവേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ തിന്മയുടെ തിരോധാനം കർമ്മം കൊണ്ട് മാത്രമേ സാധ്യമാകാവൂ എന്നതാണ് നമ്മുടെ ദർശനം. സരസ്വതി വിലാസം നിന്റെ നാവിന് വേണ്ടുവോളമുണ്ടെന്ന് നമുക്ക് പണ്ടേ അറിയാം. പക്ഷെ കൃഷ്ണ, പ്രസംഗം അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പ്രവൃത്തിയാണ് കൗരവരുടെ ആദർശം. അത് നീ മറന്നുപോകുന്നു. വാക്കുകളും വാദങ്ങളും സഫലീകരിച്ച ചരിത്രം മാത്രമേ പാണ്ഡവർക്കുള്ളൂ. ഹേ കൗരവ, എല്ലാം നാം ഓർമ്മിപ്പിക്കണോ? നിർത്തു നിന്റെ വായാടിത്തം. കൗരവ സേനാ നായകനായ ഭീഷ്മരുടെ കൂടാരത്തിൽ വെച്ചാണ് നിന്റെ വീൺവാക്കുകളെന്ന് മറക്കണ്ട. അതിപ്പോൾ അദ്ദേഹമൊന്നും ഞങ്ങളുടെ പിതാമഹൻ കൂടിയാണെന്ന് നീ മറക്കണ്ട. പക്ഷെ ഇന്ന് ദുര്യോധന രാജ്ഞാനുവർത്തിയായ സേനാ നായകൻ മാത്രമാണ്. ഭീഷ്മരും ദ്രോണരുമെല്ലാം നിന്നോടുള്ള നന്ദിയും കടപ്പാടും പ്രദർശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ദുര്യോധന. അഹങ്കാരം നിർത്ത് കൃഷ്ണ. അന്നം തരുന്ന രാജാവിനോടാണ് രാജ്യം കടപ്പെടേണ്ടത്. അല്ലാതെ സിംഹാസനം കൊതിച്ച് യുദ്ധത്തിനൊരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന പീറക്കൂട്ടങ്ങളോട് ആരും കടപ്പാട് കാണിക്കേണ്ട കാര്യമില്ല കൃഷ്ണ. പാണ്ഡവർക്കാരുടെയും ഔദാര്യം വേണ്ട കൗരവ. ഞങ്ങൾ ആർക്കെങ്കിലും കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് ഭഗവാനോട് മാത്രമാണ്. ഗാന്ധീവത്തിന് ഞാനൊലി കെട്ടി യുദ്ധഭൂമിയിൽ സ്തംഭിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ മുഖം മാത്രമേ ഈ പാർത്ഥന്റെ മനസ്സിലുള്ളൂ. ദുര്യോധന, നീ ഇനിയും യാത്രയായില്ലേ? ശത്രുക്കൾക്ക് അസമയത്ത് ഇവിടെ എന്ത് കാര്യമെന്നറിയാൻ അല്പം കൂടി നിൽക്കേണ്ടി വന്നു. കൃഷ്ണ, യുദ്ധഭൂമിയിലെ ഭീകര ദൃശ്യങ്ങൾ അങ്ങ് കണ്ടില്ലേ? തീർച്ചയായും പിതാമഹ, എല്ലാം വിധിയെന്ന് ആശ്വസിക്കാം. പക്ഷേ ഇനി വരാനുള്ളത് ഇതിനേക്കാൾ ബീഭത്സമായിരിക്കും. എല്ലാം സ്വയം ഉണ്ടായതാണോ ഭഗവാനെ? ആരാണിതിനെല്ലാം മൂലഹേതുവെന്ന് അങ്ങേക്കറിയാമല്ലോ. പാണ്ഡവ, സൂക്ഷിച്ച് സംസാരിക്കണം. വാളിനെ വാളുകൊണ്ട് തർക്ക്. ആ കല്ല ക്ഷത്രിയന്റെ ആയുധം. ഈ പാർത്ഥന്റെ വാക്കും വാളും ധർമ്മത്തിന്റെ വിജയത്തിന് മാത്രമേ പ്രവർത്തിക്കൂ കൗരവ. ധർമ്മം, നീതി, സത്യം. സംവത്സരങ്ങളോളം ഇത് തന്നെ കിട്ടും. പാണ്ഡവരുടെ അഖണ്ഡമായ നീതിമന്ത്രങ്ങളും സത്യജപങ്ങളും. പക്ഷെ എവിടെ? പണ്ട് വനവേട്ടനെ ഏകലവ്യനെ കുലമഹിമയുടെ പേര് പറഞ്ഞ് ഗുരുനാഥൻ തിരിച്ചയച്ചു. പിന്നീട് വനത്തിൽ വെച്ച് സ്വന്തം അസ്ത്രവാണ്ഡിത്യം ആ വേടന്റെ മുന്നിൽ ഛിന്ന ഭിന്നമായപ്പോൾ ഗുരുവിന്റെ അറിഞ്ഞു ചെന്ന് ആ വേടന്റെ പെരുവിരൽ ഗുരുദക്ഷിണയായി സമർപ്പിക്കാൻ പ്രേരിപ്പിച്ച നിന്റെ നീച്ച മനസ്സിലോ ധർമ്മം? ആയുധ വിജയം കൊണ്ട് നീ നേടിയെടുത്ത പാഞ്ചാലിയെ പുത്രന്മാർ പരസ്പരം കലഹിക്കാതിരിക്കാൻ വേണ്ടിയാണത്രേ. വീതിച്ചു കൊടുത്ത നിന്റെ മാതാവായ കുന്തിയുടെ കുനിഷ്ടബുദ്ധിയിലോ ധർമ്മനീതികൾ? നിർത്തുന്നതിന്റെ ജൽപ്പനങ്ങൾ. ഇന്ദ്രസദസ് പോലും സിംഹാസനം ആദരിച്ച പാർത്ഥനോടോ നിന്റെ ബോഷ്കുകൾ? നന്മയുടെ ശ്രീകോവിലേക്ക് കുടിപ്പകയുടെ രക്തം ചീറ്റിച്ച ദുര്യോധനൻ പാണ്ഡവരെ പരിഹസിക്കുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? പണ്ട് ദൈത്യവനത്തിൽ വെച്ച് ചിത്രസേനന്റെ ഗന്ധർവ സൈന്യം നിന്നെ പിടിച്ചുകെട്ടിയത്? അന്ന് നിന്നെ രക്ഷിച്ചത് യുധിഷ്ഠിര നിർദ്ദേശപ്രകാരമാണെന്നറിഞ്ഞപ്പോൾ നാണം കൊണ്ടും അല്പബുദ്ധി കൊണ്ടും നീ ജീവിതം തന്നെ ഹോമിക്കാൻ തയ്യാറായില്ലേ? അന്ന് നീ അത് ചെയ്തിരുന്നുവെങ്കിൽ ഈ ആരാവർത്തം ഇന്ന് ഈ യുദ്ധം കൊണ്ട് പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു. പക്ഷെ ദുര്യോധന, നിന്റെ അധർമ്മത്തിന്റെ പടച്ചട്ട പിച്ചു ചീന്തുവാനുള്ള മുഹൂർത്തം അടുത്തു വരികയാണ്. ധർമ്മത്തിന്റെ ഗതാബാണങ്ങൾ ഹുങ്കാരം മുഴക്കി വരുന്നത് കുരുക്ഷേത്രത്തിൽ വെച്ച് നിനക്ക് നേരിട്ട് കാണാം. ദുര്യോധന, അർജുന, നിർത്തൂ. നിങ്ങളുടെ വീരസ്യം കേൾക്കാനല്ല നാമും കൃഷ്ണനും ഇവിടെ നിലയുറപ്പിച്ചത്. ദുര്യോധന, നിനക്ക് പോകാം. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ നാം ചെയ്തുകൊള്ളാം. കൃഷ്ണ, ധർമ്മത്തിനു വേണ്ടിയാണ് ഈ യുദ്ധമെന്ന് നമുക്കറിയാം.
നാം നമ്മുടെ കർത്തവ്യം ചെയ്യുന്നുവെന്ന് മാത്രം. ശാശ്വതമായ നീതി നിർവഹണമാണ് നമ്മുടെയും ലക്ഷ്യം. അല്ലയോ പിതാമഹ, കുരുക്ഷേത്രം ഒരു യുദ്ധഭൂമി മാത്രമല്ല, ധർമ്മത്തിന്റെ വിളനിലമായി ചരിത്രം അത് രേഖപ്പെടുത്തും. ധർമ്മത്തിന്റെ വിജയം അനിവാര്യമായിരിക്കുകയാണിപ്പോൾ. നാം എന്തു ചെയ്യണമെന്ന് അരുളിയാലും ഭഗവാനെ, സത്യവിജയത്തിനായി എന്ത് ദൗത്യമാണ് നാം നിർവഹിക്കേണ്ടത് അരുളിയാലും. പിതാമഹ, വിധി വൈപരീത്യമെന്നേ പറയേണ്ടു. ഈ ധർമ്മയുദ്ധത്തിൽ മഹാത്മാവായ അങ്ങേക്ക് അധർമ്മത്തിന്റെ പക്ഷത്താണ് നിലയുറപ്പിക്കേണ്ടി വന്നത്. നമ്മുടെ കടമ നിർവഹിക്കുകയല്ലാതെ നാം മറ്റെന്തു ചെയ്യും ഭഗവാനെ? ധർമ്മം പുലരുന്നതിനായി അങ്ങേക്കും ഒരു പങ്ക് വഹിക്കുവാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. എന്തു തന്നെയായാലും അങ്ങയുടെ ആജ്ഞ ശിരസാ വഹിക്കാൻ നാം തയ്യാറാണ്. എങ്കിൽ പറയാം, കേട്ടുകൊള്ളൂ. സർവ്വയുദ്ധമുറകൾ ഉപയോഗിച്ചിട്ടും പാർത്ഥൻ അങ്ങയെ ജയിക്കുവാൻ ഇത്രനാളും കഴിഞ്ഞിട്ടില്ല. ഒരു വേള നാം തന്നെ ആയുധമെടുത്തിറങ്ങിയത് അങ്ങ് ഓർക്കുന്നുണ്ടാവുമല്ലോ. അങ്ങയുടെ തൃക്കൈകളാൽ മരണം പുൽകുന്നതിൽ കവിഞ്ഞ് മറ്റൊരു ഭാഗ്യമുണ്ടോ ഭഗവാനെ? പിതാമഹ, ശ്രദ്ധിച്ചു കേട്ടാലും, ഈ വിശ്വം പ്രകാശമാനമാകണമെങ്കിൽ ഭാരതഭൂമിയിൽ ധർമ്മസംസ്ഥാപനം നടക്കേണ്ടത് അനിവാര്യമാണ്. അതിന് പാണ്ഡവർ യുദ്ധം ജയിച്ചേ പറ്റൂ. സർവോപരി അർജുനന്റെ വിജയം. പക്ഷെ വിധി പാർത്ഥന് നമ്മെ പരാജയപ്പെടുത്താൻ നിഷ്പ്രയാസം കഴിയും. പിതാമഹ, ഈ പാർത്ഥനോട് പൊറുക്കണമേ. അപരാധങ്ങൾക്ക് മാപ്പ് നൽകിയാലും എന്തായത്? വീരനായ വിജയൻ കരയുകയോ? പാർത്ഥ, നിന്റെ വിജയം സമാഗതമാവാൻ ഒരു സൂര്യോദയം കൂടി കാത്തിരിക്കൂ. യുദ്ധാരംഭത്തിൽ കൃഷ്ണൻ ഉപദേശിച്ച ജീവിത തത്വങ്ങൾ നിന്റെ കർമ്മപഥത്തിൽ മാർഗദീപമായി പ്രകാശിക്കട്ടെ. ഈ പിതാമഹനിത സ്വന്തം പരാജയം നിനക്ക് ദാനമായി നൽകുന്നു.